പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ കുർബാനയുടെ തിരുനാള് നന്നായിട്ട് കുർബാനയുടെ മുമ്പിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചുവല്ലോ അല്ലേ? ഹല്ലേലൂയ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ +1 ഒക്കെ തുടങ്ങിയ കുട്ടികൾ 1-2 പേരൊക്കെ വിളിച്ചിട്ട് പറയായിരുന്നു, അച്ഛൻ 10ാം ക്ലാസ് പോലെ അല്ല കേട്ടോ, +1 ശരിക്കും ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അച്ഛൻ പ്രാർത്ഥിച്ചേക്കണം. അച്ഛൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അടുത്ത ജൂൺ ആകുമ്പോഴേക്കും ശരിക്കും പബ്ലിക് എക്സാമൊക്കെ ഞങ്ങൾ നേരിടേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. ഞാൻ പറഞ്ഞു, ചെറിയ പേടി ഇപ്പോഴും നല്ലതാണ്, കാരണം ഇതൊക്കെ ഞാൻ അവസാന നിമിഷം ശരിയാക്കാമെന്ന് പറഞ്ഞു, ഒന്നും ശരിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ കുറച്ച് പേടി നമുക്ക് നല്ലതാണ്. ഹല്ലേലൂയ. അപ്പോൾ +1കാരൊന്നും ഭയപ്പെടണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് ഒരു കൃപയുടെ വചനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് സുഭാഷിത പുസ്തകം 1:7. അവിടെ വചനം വെളിപ്പെടുത്താണ്, ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. പറയൂ, അറിവിൻ്റെ ഉറവിടം എന്താണ്? ദൈവഭക്തി. അപ്പോൾ ദൈവഭക്തി എങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ? അതായത് ഇപ്പോൾ നോക്കിയാൽ നമ്മളിപ്പോൾ കുർബാനയ്ക്ക് ഇപ്പോൾ +1 +2കാരൊക്കെ അല്ലെങ്കിൽ 10ാം ക്ലാസ് നിങ്ങൾ നോക്കിയാൽ കുർബാനയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും പുറകിൽ തൂണുമ്മ ചാരി ആ 90 വയസ്സായിട്ടുള്ള 90 വയസ്സുകാരൊക്കെ മുമ്പിലാണ് നമ്മൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവഭക്തി ഇയാൾക്ക് ഇല്ല എന്നാണ്. ദൈവഭക്തി ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുക, അവന് അറിവിൻ്റെ ഉറവിടം അവൻ അടച്ചു കളഞ്ഞിരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്കൊക്കെ കിട്ടുമായിരിക്കും അല്ലെങ്കിലും, പക്ഷെ നിങ്ങൾക്ക് യഥാർത്ഥമായ ജ്ഞാനം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് മക്കളെ ശരിക്കും ദൈവഭക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. മക്കളെ, ദൈവത്തോട് നിങ്ങൾക്ക് ഭക്തിയുണ്ടോ, നിങ്ങളുടെ ജീവിതം സേഫ് ലാൻഡിങ്ങിലായിരിക്കും. എത്ര ബുദ്ധിമുട്ട് പിടിച്ച അന്തരീക്ഷത്തിലാണെങ്കിലും നമ്മൾ പറയില്ലേ, അതായത് പൈലറ്റുമാർക്ക് ലാൻഡിങ്ങിന് അവർക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ വട്ടട്ട് പറക്കുള്ളൂ അല്ലേ, എന്നിട്ട് ചിലപ്പോൾ അവിടെ ഇറങ്ങില്ല, വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും അവർക്ക്. പക്ഷെ ദൈവഭക്തിയുടെ പ്രത്യേകത എന്താണെങ്കിൽ എത്ര ബുദ്ധിമുട്ടേറിയ അവസരമാണെങ്കിലും നമുക്ക് സേഫ് ലാൻഡിങ് കർത്താവ് നമുക്ക് തരും. പ്രൈസ് ദ ലോർഡ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ആയിരിക്കില്ല, നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ചില കാര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഈശോയോട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാത്തിനെയും ഇഷ്ടപ്പെടാൻ പറ്റും. ഈശോയോടുള്ള സ്നേഹം ജെനുവിൻ അല്ലെങ്കിൽ നമുക്ക് അതിഷ്ടമല്ല, ഇതിഷ്ടമല്ല, അങ്ങനെ പല ഇഷ്ടങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ കുറേ കയറി വരും. അപ്പോൾ നമുക്കിന്ന് പല ഇഷ്ടങ്ങൾ കയറി വന്ന് അതിഷ്ടമല്ല, എനിക്കിതിഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ദൈവഭക്തി എങ്ങനെയാണെന്നാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു കൃപ മക്കൾക്ക് നൽകാനായിട്ട്, അത് കുട്ടികളോട് മാത്രമല്ല മുതിർന്നവരോട് അച്ഛൻ പറയാനുള്ളതാണ് കേട്ടോ. ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. യേശുവെ ഈ വചനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.